മധ്യപ്രദേശിലെ ധാമോയിൽ 16-കാരനെ കൊന്നു തിന്നാൻ ശ്രമിച്ച 46-കാരൻ അറസ്റ്റിൽ. ബൈക്കിൽ പോകുകയായിരുന്ന 16-കാരനെ തലക്കടിച്ച് വീഴ്ത്തിയാണ് ഗുഡ്ഡ പട്ടാൾ എന്നയാൾ മാംസം തിന്നാൻ ശ്രമിച്ചത്. ആക്രമിക്കപ്പെട്ട ഭരത് വിശ്വകർമ്മ കൊല്ലപ്പെട്ടു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ ചെയ്യുന്നു. അർജുൻ, അങ്ങേയറ്റം നടുക്കുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം പേടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? സുഹേൽ, ഈ ധാമോയിലെ സമാര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആരെയും നടുക്കുന്ന ഈ ഒരു ക്രൂരകൃത്യം ഉണ്ടായത്. തൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി മടങ്ങുകയായിരുന്നു, ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു ഈ പറയുന്ന ഭരത് വിശ്വകർമ്മ എന്ന് പറയുന്ന 16-കാരൻ. അദ്ദേഹം ബൈക്കിൽ പോകുന്ന വഴി പുറകിൽ നിന്ന് ഒരു ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയാണ് ഗുഡ്ഡ പട്ടേൽ ചെയ്തത്. ഈ ഗുഡ്ഡ പട്ടേൽ ആഴ്ചകൾക്ക് മുൻപ് മാത്രം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ വ്യക്തിയാണ്. ഭാര്യയെ കൊന്ന കേസിലാണ് ഇയാൾ ജയിലിൽ പോകുന്നതും. തലക്കടിച്ച് വീഴ്ത്തി വീണ്ടും തലക്കടിച്ച് മരണപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തി രക്തം കുടിക്കുകയും അതുപോലെ തന്നെ തലയിൽ ഉണ്ടായിരുന്ന മാംസം എടുത്ത് തിന്നുകയും ചെയ്യുന്ന നിലയിലാണ് നാട്ടുകാർ ഈ പറയുന്ന ഗുഡ്ഡ പട്ടേൽ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ശബ്ദവും അതുപോലെ തന്നെ ഈ തലക്കടിച്ച് വീഴ്ത്തുന്ന സമയത്ത് ഭരത്ത് ഒച്ച വെച്ച സമയത്തൊക്കെ തന്നെയാണ് നാട്ടുകാർ ഈ ശബ്ദം കേൾക്കുകയും അവിടേക്ക് ഓടിക്കൂടുകയും എല്ലാം തന്നെ ചെയ്തത്. നാട്ടുകാർ അവിടെ എത്തുന്ന സമയത്താണ് ഈ പറയുന്ന നടുക്കുന്ന ദൃശ്യം കാണാനിടയായത്. ഈ ഗുഡ്ഡ പട്ടേൽ ഇത്തരത്തിൽ തലയിൽ നിന്ന് മാംസം എടുത്ത് തിന്നതും അതുപോലെ തന്നെ ചോര കുടിക്കുകയും ഒക്കെ തന്നെ കാണുന്നതിന് ഇടയുണ്ടായി. അതിന് പിന്നാലെ കല്ലെടുത്ത് എറിയുകയായിരുന്നു ചെയ്തത്. നാട്ടുകാരെല്ലാം ചേർന്ന് ഗുഡ്ഡ പട്ടേലിനെ കല്ലെടുത്ത് എറിഞ്ഞു. അവിടെ നിന്നും ഗുഡ്ഡ പട്ടേൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നാട്ടുകാർ പിന്നാലെ ഓടിപ്പോയി ഇയാൾക്ക് നേരെ കല്ലെടുത്ത് എറിയുക തന്നെയായിരുന്നു. എന്നാൽ തിരിച്ചും അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇരുമ്പ് വടിയെടുത്ത് ഗുഡ്ഡ പട്ടേൽ നാട്ടുകാരെയും ആക്രമിക്കാൻ തുനിഞ്ഞിരുന്നു. എന്നാൽ തക്ക സമയത്ത് തന്നെ നാട്ടുകാർ ഇടപെട്ട് പോലീസിനെ വിളിക്കുകയും പോലീസ് ഈ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തു. പിന്നീടുണ്ടായ ഒരു സംഘട്ടനത്തിലൂടെ, അതായത് പോലീസും ഗുഡ്ഡ പട്ടേലും തമ്മിലുണ്ടായ ഒരു സംഘട്ടനത്തിലൂടെയാണ് ഗുഡ്ഡ പട്ടേലിനെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. എന്തായാലും ഇയാളെ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സുഹൈൽ, എന്തായാലും നടക്കുന്നൊരു വാർത്തയാണ്. ബൈക്കിൽ പോവുകയായിരുന്ന 16-കാരനെ അടിച്ച് താഴെ വീഴ്ത്തുന്നു. പിന്നാലെ തന്നെ തല പൊളിച്ച ശേഷം തലയിൽ നിന്ന് മാംസമടക്കം കഴിക്കാൻ ശ്രമിക്കുന്നു. രക്തം വാർന്നൊലിക്കുന്ന നിലയിൽ നാട്ടുകാർ കണ്ടതോടെ നാട്ടുകാർ ഓടി ഇടപെടുകയായിരുന്നു. ഇയാളെ കല്ലെറിഞ്ഞ് ഓടിക്കുകയായിരുന്നു നാട്ടുകാർ. ഒടുക്കം പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഭാര്യയെ കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങിയ